ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ വിഷുവിൻ്റെ തലേ ദിവസം മുതൽ കണി ഒരുക്കുന്നത് വരെയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തലേ ദിവസം തന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊന്നപ്പൂ പറിക്കലാണ്. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കുടിച്ച് കൊന്നപ്പൂ പറിക്കാൻ പോയത്. അപ്പോൾ വലിയ മരമായതുകൊണ്ട് കൊമ്പ് അങ്ങനെ തന്നെ ഒടിച്ചെടുക്കുക ചെയ്തത്. കാരണം നമുക്കെപ്പോഴും കൊന്നപ്പൂ ഇങ്ങനെ ചീഞ്ഞ് മോശമായതെല്ലാം നമുക്കെപ്പോഴും കിട്ടൽ. നമ്മളെ വീട്ടിലങ്ങനെ കൊന്നപ്പൂ അന്നേരമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളെ വീട്ടിൽ കൊന്നപ്പൂ ആയ ശേഷം ഇക്കൊല്ലാണ് നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വിഷു അടുപ്പിച്ച് ഇത് കംപ്ലീറ്റ് പൂ വിരിഞ്ഞ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മളെ കൊന്നപ്പൂ തന്നെ പറിക്കാമെന്ന് വെച്ചാൽ ആ കൊമ്പെല്ലാം ഒടിച്ച് നമ്മൾ കുറേ കൊന്നപ്പൂ കിട്ടി കേട്ടോ നമുക്ക്. അമ്പട് പറിച്ചില്ല, അമ്പട് കാണിച്ച, അമ്പട് കൊന്നപ്പൂ കാണിച്ച. അമ്മ എന്നും പഠിക്കട്ടെ, കാണിച്ച നമുക്ക് തരുവോ? അമ്മ പിടിച്ചോ. അപ്പോൾ നമുക്കിതാ ഇത്രയും കൊന്നപ്പൂ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അരിയെല്ലാം അരച്ച് കണി വെക്കുന്ന സാധനങ്ങൾക്കെല്ലാം ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചൊട്ട വെച്ച് കൊടുക്കുമെന്ന് നമ്മൾ പറയുക. പിന്നെ കുറച്ച് കാരപ്പാക്കിനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ചട്ടിക്ക് ഞാൻ ഇതേപോലെ വരച്ച് കൊടുത്ത് അത് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ചട്ടിക്കകത്ത് വാഴയില വെച്ച് കൊടുത്തിട്ട് അതിലാണ് നമ്മൾ കാരപ്പിട്ട് കൊടുക്കുക. ഇത് അമ്പടും കുട്ടികളെല്ലാം റോഡിൽ നിന്ന് വെടി പൊട്ടിക്കുന്ന കണ്ടിട്ട് അമ്പടും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതിലെടുക്കാൻ ചുമരിൽ വരച്ച് കൂട്ടിയതെല്ലാം നോക്കുന്നത്. വായനശാലേൻ്റെ എടുക്കുന്നതാണ് കുട്ടികളെല്ലാം വെടി പൊട്ടിക്കുന്നുണ്ടായത്. എല്ലാം കുറേ വീട്ടിലെ കുട്ടികൾ കൂടി ചേർന്നിട്ടാണ് വായനശാലയിൽ നിന്ന് ഒരുമിച്ച് പടക്കം പൊട്ടിക്കലും പൂത്തിരിയും കമ്പിത്തിരിയെല്ലാം കത്തിക്കലും ആക്കിയത്. അമ്പടും വെടി പൊട്ടുന്ന ഒച്ച കെട്ടിച്ച് പേടിച്ചിട്ട് ഇറങ്ങിയിട്ടില്ല, അങ്ങനെ തന്നെ അവിടെ നിൽക്കുകയത്. അതുകൊണ്ട് ഞാൻ കമ്പിത്തിരിയും എല്ലാം കത്തിച്ച് നിലച്ചക്രവും പൂത്തിരിയെല്ലാം കത്തിച്ചിട്ട് അമ്പടുവിന് കാണിച്ചു കൊടുത്ത്. വീട്ടിൻ്റെ മുറ്റത്തൊന്നും അങ്ങനെ പടക്കമൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. ഇതുപോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളതിങ്ങനെ കത്തിച്ചിട്ട് അമ്പടുവിന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അവനാണെങ്കിൽ ചെവിയിൽ കയ്യും വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഭയങ്കര പേടിയാണ് പടക്കം പൊട്ടുന്ന നിൽക്കുമ്പോൾ. ഇപ്രാവശ്യം നമ്മൾ വാങ്ങിയ കൂട്ടത്തിൽ ഇതേപോലെയുള്ള ഭയങ്കര നീളമുള്ള കമ്പിത്തിരിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറേ സമയം നമുക്കൊരു 1, 2, 3 പൂത്തിരി നമുക്ക് കത്തിക്കാനുള്ള ഒരു ടൈം കിട്ടുന്ന തരത്തിൽ ഈ കമ്പിത്തിരി ഉണ്ടായിരുന്നു. നല്ല നീളമുണ്ടായിരുന്നു. പിന്നെ ഞാൻ റോഡിലേക്ക് പോയിട്ട് കുട്ടിക്കൊരു പടക്കം കത്തിച്ചു കൊടുക്കുന്നതായത്. ഇത് കത്തിച്ച് പൊട്ടിത്തെറിച്ച സമയത്ത് അതിൻ്റെ അടുത്തുനിന്ന് കുറച്ച് കളർ പേപ്പേഴ്സും പിന്നെ അതുപോലെ ഈ നോട്ടുകൾ കറൻസി പോലെയുള്ള അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സംഭവങ്ങളിങ്ങനെ കളിനോട്ടുകൾ ഇങ്ങനെ അതിൻ്റെ അകത്ത് നിന്ന് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ അതെടുക്കാനാണ് ഇങ്ങനെ ഓടിയത്. അപ്പോൾ 100 രൂപ, 200 രൂപ, പിന്നെ 50 രൂപ അതേപോലെയുള്ളതിൻ്റെ കളിനോട്ടുകൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ടങ്ങനെ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെയുള്ള കളിനോട്ടുകളാണ് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്. പിന്നെ കണ്ട 200 രൂപ, 100 രൂപ അങ്ങനെയുള്ളതിൻ്റെ കുറേ കളിനോട്ടുകൾ, അങ്ങനെ 2-3 ഇങ്ങനെയുള്ള പടക്കങ്ങൾ പൊട്ടിച്ചു കേട്ടോ. പക്ഷേങ്കിൽ ഇതിൻ്റെ ഈ ബ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ കുറച്ച് കീറിയിട്ടെല്ലാമാണ് കിട്ടുന്നത്. അപ്പോൾ കുട്ടികൾ ഇത് ഭയങ്കര പെറുക്കി ഇങ്ങനെ കുറേ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ നിൽക്കുന്നവർക്ക് ചെവി ഒത്തിയിട്ട് മണി ബാങ്ക് തന്നെ സാധനത്തിൻ്റെ അകത്ത് വന്ന ഇത് കണ്ട, ചിൽഡ്രൻസ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്യാരണ്ടീഡ് ബൈ ദ കിഡ്സ് വേൾഡ്. ഇതാ നല്ല ഒറിജിനൽ ഇതിൻ്റെ കളറും കാര്യങ്ങളും തന്നെ. ഇവിടെ ഒരു കാർട്ടൂൺ ചിത്രവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഇത് കീറിയിട്ടാന്നല്ലോ അന്നേ. പൊട്ടിയതിൻ്റെ ശക്തിയിൽ കീറിയതാ. അതിന്റെ കഷ്ണോ കിട്ടിയേ. അത് കഴിഞ്ഞ് പിന്നെ പടക്കം പൊട്ടിക്കുന്നതിൽ ഇങ്ങനെ ഓരോരോ ആൾക്കാരായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ തുടങ്ങി. അടുത്ത ആൾ രംഗപ്രവേശം ചെയ്ത് പടക്കം പൊട്ടിക്കൽ തുടങ്ങി. പിന്നെ അങ്ങോട്ട് രാത്രി 12-1 മണി വരെയും ഇങ്ങനെ പടക്കം പൊട്ടിച്ചുകൊണ്ടേയിരിക്കലായിരുന്നു.
അപ്പോൾ ഇതാ നേരം കുറേ ആയിട്ടുണ്ട്. ഞാൻ കണി ഒരുക്കാനുള്ള എല്ലാം എടുത്ത് വെച്ചു. ഇനിയിപ്പം നേരം പുലരാനാകുന്ന സമയത്തൊന്ന് വിളക്ക് കത്തിക്കണം, ചന്ദനത്തിരിയെല്ലാം കത്തിക്കണം, അങ്ങനെ പണിയുള്ളൂ. ബാക്കിയെല്ലാം ഒരുവിധം മോശമല്ലാത്ത രീതിയിൽ കണി ഒരുക്കിയെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.